Hello. Chapter 3 Patterns Around Us. Let us count. Gundappa has some land with tall coconut trees. ഗുണ്ടപ്പ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു വലിയ കോക്കനട്ട് ട്രീസിന്റെ തോട്ടമുണ്ട്. അവിടെ ഇതുപോലെയുള്ള വലിയ കോക്കനട്ട് ട്രീസ് ഉണ്ട്. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹൗ മെനി കോക്കനട്ട് ട്രീസ് ഡസ് ഗുണ്ടപ്പ ഹാവ്? എത്ര കോക്കനട്ട് ട്രീസ് ഉണ്ടെന്നാണ് ചോദ്യം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു മെത്തേഡ് 1 2 3 4 5 6 എന്ന് പറഞ്ഞ് എല്ലാം എണ്ണി നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ കിട്ടും. ഇനി അല്ലെങ്കിൽ നമുക്കതിനെ ഗ്രൂപ്പ് ആയി കൗണ്ട് ചെയ്യാലോ. തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചു അല്ലേ? നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിതിനെ ഗ്രൂപ്പ് ആയിട്ട് കൗണ്ട് ചെയ്യാം. ആദ്യത്തെ ഇതാണ് ഒരു ഗ്രൂപ്പ്, പിന്നെ ഇത് അടുത്ത ഗ്രൂപ്പ്, ഇത് അടുത്ത ഗ്രൂപ്പ്. അങ്ങനെ നമുക്ക് 1 2 3 4 5 6 7 8 9 ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ട്. ഇനി ഓരോ ഗ്രൂപ്പ്സിലും എത്ര കോക്കനട്ട് ട്രീസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9. ഓരോ ഗ്രൂപ്പിലും 9 കോക്കനട്ട് ട്രീസ് വീതമുണ്ട്. ഇതിന്റെ മീനിങ് എന്താണ്? 9 times 9 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോ ഗ്രൂപ്പ്സിലും 9 കോക്കനട്ട് ട്രീസ് ഉണ്ട്. സോ 9 times 9 which is equal to multiplication table പഠിച്ചതാണല്ലേ. What is the answer? 9 times 9 is 81. So there are 81 coconut trees. How do you know? I know because I counted them in groups. അങ്ങനെ നിങ്ങൾക്ക് പറയാം. And Gundappa has plucked 5 coconut from each tree. ഇനി ഇവിടെയുള്ള ഓരോ കോക്കനട്ട് ട്രീസിൽ നിന്നും 5 കോക്കനട്ട് വീതം ഗുണ്ടപ്പ പ്ലക്ക് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് കോക്കനട്ട് ട്രീസ് ആണ് 81. ഓരോ കോക്കനട്ട് ട്രീസിൽ നിന്നും 5 കോക്കനട്ട് വീതമാണ് പ്ലക്ക് ചെയ്തത്. അപ്പോൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? 81 times 5. 81 കോക്കനട്ട് ട്രീയില് 5 കോക്കനട്ട് വീതമാണ്. സോ 81 times 5 ഈക്വൽ ടു, ഇതാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലം ആയിട്ടാണ് തരിക. അപ്പൊ നിങ്ങൾ എന്തെഴുതണം? നമ്പർ ഓഫ് കോക്കനട്ട് ട്രീസ് ഈക്വൽ ടു 81. സോ നമ്പർ ഓഫ് കോക്കനട്ട് പ്ലക്ഡ് ഫ്രം ഈച്ച് കോക്കനട്ട് ട്രീ ഈക്വൽ ടു 5. അതിനുശേഷമാണ് ടോട്ടൽ നമ്പർ ഓഫ് കോക്കനട്ട്സ് 81 times 5 which is equal to 81 multiplied by 5. 5 ones are 5, 5 eights are 40, 405. എത്ര കോക്കനട്ട്സ് ആണ് പ്ലക്ക് ചെയ്തിരിക്കുന്നത്? 405. മുനിയമ്മ makes plates and cups. Number of cups. മുനിയമ്മ പ്ലേറ്റ്സും കപ്പും ഉണ്ടാക്കുന്ന ഒരാളാണ്. അവരുണ്ടാക്കിയിരിക്കുന്ന കപ്സിനൊക്കെ അവർ ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതും ഒരു ഗ്രൂപ്പാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ ഗ്രൂപ്പിലുമുള്ള നമ്പർ ഓഫ് കപ്സ് സെയിം അല്ല. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ പറഞ്ഞു ഈക്വൽ നമ്പർ ഉള്ള ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. ഇവിടെ അൺഈക്വൽ നമ്പർ ആണ്. അൺഈക്വൽ നമ്പറിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഓരോന്നും എഴുതി ആഡ് ചെയ്ത് പോകണം. ഇവിടെ എത്രയാ ടോട്ടൽ എഴുതുക, ഇവിടെ എത്രയാ ടോട്ടൽ എഴുതുക, ഇവിടെ എത്രയാ ടോട്ടൽ എഴുതുക, എന്നിട്ട് എല്ലാം കൂടി ആഡ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതുക. ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഗ്രൂപ്പിംഗ് ആണ് ഈസി എന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഉള്ളതിനേക്കാളും 1 കൂടുതലാണ് ഇവിടെ, അതിനേക്കാളും 2 കൂടുതലാണ് ഇവിടെ. നമുക്ക് തൽക്കാലം ഇതിനെ എടുത്തിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു കപ്പായി. അതുപോലെ ഈ ഒരു എക്സ്ട്രാ എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെയും ഒരു കപ്പായി. ഇപ്പൊ ഈ ഒരു ലൈൻ നോക്കിയാൽ മനസ്സിലാവും എല്ലാ ഗ്രൂപ്പിലും ഈക്വൽ നമ്പർ ഓഫ് കപ്സ് ആണുള്ളത്. ഓരോ ഗ്രൂപ്പ്സിലും എത്ര കപ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10 കപ്സ് ആണ്. ഇനി ഇങ്ങനെയുള്ള എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ ടോട്ടൽ എത്ര കപ്സ് ആണ്? 6 times 10 which is equal to 60. Number of cups equal to 60. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
അണീക്വൽ ആയിട്ടൊരു കാര്യം തന്നു കഴിഞ്ഞാൽ ഇത് വലിയ നമ്പറാണ്, ഇത് മുഴുവൻ എണ്ണുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? അതിനെ ഗ്രൂപ്പ് ആക്കി മാറ്റുക, അതിനുശേഷം മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. Muniamma has arranged coconut laddus and milk peda in trays like this. All trays have same arrangement. എല്ലാ ട്രേസിലും ഈക്വൽ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. Trays are placed one on top of other. How many coconut laddus are there? How many milk pedas are there? അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് കോക്കനട്ട് ലഡ്ഡൂസിനെ കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 13 കോക്കനട്ട് ലഡ്ഡൂസ് ആണ് ഒരു ട്രേയിലുള്ളത്. അങ്ങനത്തെ എത്ര ട്രേ ഉണ്ട്? 3 ട്രേസ് ഉണ്ട് അല്ലേ? സോ നമ്പർ ഓഫ് കോക്കനട്ട് ലഡ്ഡൂസ് എന്ന് പറഞ്ഞാൽ 3 times 13. 3 times 13 എങ്ങനെയാ കണ്ടുപിടിക്കുക? മൾട്ടിപ്ലൈ ചെയ്യുക. 13 multiplied by 3. 3 3s are 9. 3 1s are 3. So the answer is 39. How many coconut laddus are there? 39. How many milk pedas are there? ഇവിടെ മിൽക്ക് പേടയും ഗ്രൂപ്പ് ആയിട്ടാണുള്ളത്. നോക്കിയേ, 1 2 3 4 4 ഗ്രൂപ്പ്സ് ഉണ്ട്. ഓരോ ഗ്രൂപ്പിലും 1 2 3 ഉണ്ട്. മിൽക്ക് പേട സെന്ററിൽ ഒന്നുകൂടി ഉള്ളത് കൊണ്ട് അത് അൺഈക്വൽ ആയിരുന്നു. ഇവിടെ അത് ഈക്വൽ ഗ്രൂപ്പ്സ് ആയിട്ടാണ് ഉള്ളത്. സോ എങ്ങനെ കാണാം? 3 ആണ് സ്ഥലത്തുള്ളത്. അതുപോലത്തെ 4 ഉണ്ട്. അപ്പൊ 3 4s are 12. ഒരു ട്രേയില് 12 മിൽക്ക് പേഡാസ് ഉണ്ട്. അങ്ങനത്തെ 3 ട്രേസ് ഉണ്ടല്ലോ. 3 times 12 which is equal to 36. നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. 12 multiplied by 3. 3 2s are 6. 3 1s are 3. 36. The answer is 36. Patterns with money. Shirley and Shiv arranged their play money in some nice patterns as shown given below. ഇവിടെ തന്നിരിക്കുന്നത് പോലെ അവരുടെ കയ്യിലുള്ള പ്ലേ മണി അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹൗ മച്ച് മണി എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം ഇതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടെ സെന്ററിൽ ഒരു 20 റുപ്പീസ് ഉണ്ട്. വേറെ എവിടെയും 20 റുപ്പീസ് ഇല്ല. അപ്പൊ ഒരു 20 റുപ്പീസ് ഉണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പ് 10. 1 2 3 4 4 times 10 ഉണ്ട്. 4 times 10 which is equal to 40. ഇനിയോ 1 2 3 4 4 5 rupee കോയിൻ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയുണ്ട്? 4 times 5 which is equal to 20. ഇനി ടോട്ടൽ എത്ര മണി ഉണ്ട്? ഈ റൈറ്റ് സൈഡിൽ യൂണിറ്റ്സ് ഡിജിറ്റ് മാത്രം ആഡ് ചെയ്യുക. 0 plus 0 plus 0 is 0. Tens place 2 plus 4 is 6. 6 plus 2 is 8. അപ്പൊ എത്ര പൈസയാണ് ഇവിടെ ഉള്ളത്? 80 rupees. ഇനി ഇവിടെയോ? ഇവിടെ ആദ്യം തന്നെ 10 rupees നോട്ട് നോക്കാം. 1 2 3 4 5 6 6 10 rupees നോട്ട് ഉണ്ട്. അപ്പൊ 6 times 10. 6 times 10 equal to 60. നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ അറേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 rupees കോയിൻ ആണ്. 1 2 3 4 4 2 rupee കോയിൻ ഉണ്ട് അല്ലേ? 4 times 2 equal to 8. 8 എന്ന് പറഞ്ഞ യൂണിറ്റ് ഡിജിറ്റിന്റെ അടിയിൽ വേണം എഴുതാൻ. 8. അടുത്തത് ഇത് 5 rupee കോയിൻ ആണ്. എത്ര 5 rupee കോയിൻ ഉണ്ട്? 1 2 3 4 5 6 7 8. 8 times 5 which is equal to 40. ഇനി ഇതിന് ആഡ് ചെയ്യാം. 0 plus 8 is 8. 8 plus 0 is 0. So 8. 6 plus 4 is 10. അപ്പോൾ ടോട്ടൽ എത്ര പൈസ ഉണ്ട്? 108. How did you count them? Discuss in the class. നിങ്ങൾ ഓരോരുത്തരും ഇതിനെ എങ്ങനെയാണ് കൗണ്ട് ചെയ്തതെന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് പറയാം, I counted this money in group. Arrange play money of amounts 1, 2, 5 and 10 to show rupees 36, rupees 125 and rupees 183. ഇവിടെ ഈ ഒരു സിമ്പിൾ ഇടാൻ മറക്കരുത്. റുപ്പീസ് എന്നാണ് ഇതിന്റെ അർത്ഥം. റുപ്പീസ്. Ask your peers to tell how much it is.
അപ്പൊ നിങ്ങളുടെ കയ്യിൽ 1 rupee കോയിൻ ഉണ്ട്, 2 rupee കോയിൻ ഉണ്ട്, 5 rupee കോയിൻ ഉണ്ട്, 10 rupee നോട്ട് ഉണ്ട്. ഇത് ഉപയോഗിച്ച് 36 rupees, 125 rupees and 183 rupees ഉണ്ടാക്കി ഇതുപോലെ അറേഞ്ച് ചെയ്യണം. നമുക്ക് വേണ്ടത് 36 rupees ആണ്. 36നെ എങ്ങനെ ഉണ്ടാക്കാം? ഒരു 10 rupees എടുക്കാം. ഒരു 10 rupees. നമുക്ക് ഉണ്ടാക്കേണ്ടത് 36 ആണ്. 36ന് ഒരു 10 rupees എടുത്തു. ഇനി എത്ര 5 rupees വേണം? നമുക്ക് 4 5 rupees എടുക്കാം. 4 5s are 20 ആണല്ലേ? 5 5 5 5. ഇപ്പോ ഇത് 20 rupees ആയി, പ്ലസ് 10 rupee 30 rupees ആയി. ഇനി 6 rupees കൂടി വേണമല്ലോ. 6 എങ്ങനെ ഉണ്ടാക്കാം? 6 വേണമെങ്കിൽ 6 1 rupee കോയിൻ എടുക്കാം, അല്ലെങ്കിൽ 3 2 rupee കോയിൻ എടുക്കാം. കാരണം 6 1s are 6, 3 2s are 6. 1 2 ഇത് 1 ആണ്, 3 4 5 6. ഇത്രയും കോയിൻസ് എടുക്കാം. ഇനി ഈ അറേഞ്ച്മെന്റ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. 10 rupee നടുക്ക് വെക്കാം, 5 rupee താഴെ ഇതുപോലെ വെക്കാം, അതിന് മുകളിലും 5 rupees വെക്കാം. ഇനി ഈ 1 rupee അതിന്റെ ചുറ്റുമൊക്കെ അറേഞ്ച് ചെയ്യാം. ക്ലിയർ? അതുപോലെ 125 ഇത് വലിയ നമ്പർ ആണ്. കൂടുതൽ 10 rupees നോട്ട്സ് എടുക്കാം. 10 10s are 100. 10 rupee നോട്ടിന്റെ 10 നോട്ട്സ് എടുക്കാം. ഇത് എല്ലാം കൂടി ചേർത്തപ്പോ 100 ആയി. നമുക്ക് 100 പ്ലസ് 25 ആണ് 125. 25നെ എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങൾക്ക് 5 times 5 is 25. 5 rupee കോയിനും എടുക്കാം. ഇനി ഇതിനെയും നേരത്തെ പോലെ തന്നെ അറേഞ്ച് ചെയ്യാം. അടുത്തത് 183 ആണ്. ഇവിടെ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ 10 rupee കോയിൻ എടുക്കാം. നമുക്ക് നോക്കാം. 15 times 10 equal to 15 times 10. നമ്മൾ മുമ്പേ പഠിച്ചു, ഏത് നമ്പറിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു നമ്പറിന്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. വളരെ ഈസി അല്ലേ? 8 times 10 ആണെങ്കിൽ എങ്ങനെയാ എഴുതുക? 80. 8ന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അപ്പൊ 2 5 3 3 into 10 ആണെങ്കിലോ ഈസി ആണ്. ഈ ഒരു നമ്പർ തന്നെ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് എഴുതുക, അതിന് കൂടെ ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 15 times 10 എത്രയായിരിക്കും? 15 കൂടെ ഒരു 0. ദാറ്റ് മീൻസ് 150. അപ്പൊ 150 കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി 183ലേക്ക് എത്ര കൂടുതൽ ആവശ്യമുണ്ട്? നമുക്ക് മൈനസ് ചെയ്യാം. 183 minus 150. 3 minus 0, 3. 8 minus 5, 3. So 33 rupees more ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പൊ ഇനി ഇങ്ങനെ 33നെ ഉണ്ടാക്കുക. 33ക്ക് വേണ്ടി നമുക്ക് 5ന് ചെയ്യാം. 5 times 5 is 25. 5 times 6 equal to 5 times 6 equal to 30. 33ക്ക് വേണ്ടി 30 ഓൾറെഡി കിട്ടി. ഇനി 30 plus 3 അല്ലേ 33? ഒരു 3 കൂടി ബാക്കിയുണ്ട്. അപ്പൊ 3 equal to 3 1 rupee കോയിൻ എടുക്കാം. 1 1 1. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? 15 10 rupee നോട്ട് ഉണ്ട്, 6 5 rupee കോയിൻ ഉണ്ട്, 3 1 rupee കോയിനും ഉണ്ട്. അപ്പൊ ഇത് മുഴുവൻ ഉപയോഗിച്ച് നിങ്ങൾ നല്ല ഭംഗിയായിട്ടുള്ളൊരു പാറ്റേൺ സെറ്റ് ചെയ്യാം. Shirley and Shiv arrange their coins in following ways. Write number of coins in the triangles. അവർ ഓരോരുത്തരും അവരുടെ കയ്യിലുള്ള കോയിൻസിന് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എത്ര നമ്പർ ഓഫ് കോയിൻസ് ഉണ്ടെന്നുള്ളത് അതിന്റെ തൊട്ടടുത്തുള്ള ട്രയാങ്കിൾസിൽ എഴുതണം. ഇവിടെ നോക്കിയേ, 1 2 3 ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എഴുതാം. നമുക്ക് ഗ്രൂപ്പിൽ തന്നെ കൗണ്ട് ചെയ്യാം. 2 4 6 8 10. 10 plus 1 11. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാം ഒരു ഗ്രൂപ്പിലാണ്, ഒന്ന് മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. അതുപോലെ തന്നെ 2 4 6 8 10 12 14 16 plus 1 17. Next 2 4 plus 1 5. 2 4 6 plus 1 7. ഇവിടെ 1. ഷിവിന്റെയോ 2 4. ഇവിടെ 2 4 6 8 10 12 14. 14 ഉണ്ട്. 2 4 6 8 10 12. ഇവിടെ 12 ഉണ്ട്. 2 4 6 8 8 ഉണ്ട്.
2, 4, 6. 6 ഉണ്ട്. Describe Shiv's arrangement and write his numbers. Describe Shirley's arrangement. ഈ രണ്ട് അറേഞ്ച്മെന്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഷിവിൻ്റെത് കംപ്ലീറ്റ് ആയിട്ടുള്ള പെയറാണ്. ഓരോ പെയറും കംപ്ലീറ്റ് ആണ്. പക്ഷെ ഷിർലിയുടേത് ഒരു നമ്പർ മാത്രം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ പേഴ്സിലാണ്. ആ ഒരു നമ്പർ മാത്രം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. സോ ഷിവ് അറേഞ്ച് ദ കോയിൻസ് ഇൻ പെയർസ്. എന്നാൽ ഷിർലി അറേഞ്ച് ദ കോയിൻസ് ഇൻ പെയർസ് വിത്ത് 1 എക്സ്ട്രാ കോയിൻ. അവരുടെ നമ്പേഴ്സ് നമുക്ക് ഇവിടെ എഴുതാം. ഷിവിൻ്റെത് 4, 6, 8, 12 and 14. ഷേർലിന്റെ അറേഞ്ച്മെന്റോ 1, 3, 5, 7, 11, 17. Shiv has arranged his numbers in pairs. We call such numbers even numbers. മനസ്സിലായല്ലോ? നമ്മുടെ കയ്യിൽ ഒരു നമ്പർ ഉണ്ട്. അതിനെ നമുക്ക് പെയർ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയാൽ അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് ഈവൻ നമ്പേഴ്സ്. അപ്പൊ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. എന്നാൽ ഷേർലീസ് നമ്പറോ ഒരു നമ്പർ എപ്പോഴും എക്സ്ട്രാ ആണല്ലേ. അങ്ങനത്തെ പേരാക്കാൻ പറ്റാത്ത നമ്പറിനെയാണ് ഓഡ് നമ്പർ എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിച്ച മെയിൻ രണ്ട് കാര്യങ്ങളാണ് ഈവൻ നമ്പർ ആൻഡ് ഓഡ് നമ്പർ. Identify the number between 1 and 20 as even or odd. You may draw the pairing arrangement of numbers. നോക്കാം നമുക്ക്. ആദ്യം തന്നെ 1. 1 എന്നത് ഒറ്റയ്ക്കാണ്, അതിന് പേരില്ല. അപ്പൊ 1 എന്തായിരിക്കും? ഓഡ് നമ്പർ ആണ്. അടുത്തത് 2. 2നെ എങ്ങനെ എഴുതാം? 1, 1 അല്ലേ? ഇതൊരു പേരിലാണ് ഉള്ളത്. സോ ദാറ്റ് മീൻസ് 2 ഒരു ഈവൻ നമ്പർ ആണ്. അടുത്ത നമ്പർ ആണ് 1, 2. അടുത്ത നമ്പർ ആണ് 3. 3 എന്ന് പറഞ്ഞാൽ 1, 1, 1. ഇതിന് രണ്ടിനെ ഒരു പേരാക്കാം. പക്ഷെ ഇവിടെ ഒരാള് എക്സ്ട്രാ ഉണ്ട്. ദാറ്റ് മീൻസ് അതിനെ പേരാക്കി എഴുതാൻ പറ്റില്ല. സോ 3 ഒരു ഓഡ് നമ്പർ ആണ്. അതുപോലെ 4. 1, 2, 3, 4. ഇവിടെ 2, 2 ആക്കി നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 4 ഒരു ഈവൻ നമ്പർ ആണ്. ഇനി 5. 5 1, 2, 3, 4, 5. ഇവിടെ ഒരു പെയർ ഒന്ന് എക്സ്ട്രാ വന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് ഓഡ് നമ്പർ ആണ്. 1, 3, 5. അടുത്ത നമ്പർ ആണ് 6. 1, 2, 3, 4, 5, 6. ഇപ്പൊ എന്താ മനസ്സിലായത്? ഒരു പേര്, 2 പേര്, 3 പേര്, 6. ഇപ്പൊ ഇത്രയും കണ്ടതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു നമ്പർ ഓഡ് നമ്പർ. 1 എന്ന നമ്പർ ഓഡ് നമ്പർ ആണ്. അടുത്ത നമ്പർ ആണ് ഈവൻ നമ്പർ. അടുത്ത നമ്പർ അഗെയിൻ ഓഡ് നമ്പർ ആണ്. അടുത്ത നമ്പർ അഗെയിൻ ഈവൻ നമ്പർ ആണ്. അപ്പൊ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എപ്പോഴും ഓഡ് നമ്പറും ഈവൻ നമ്പറും ആയിരിക്കും. ഇവിടെ ഇനി ഇതിന്റെ ബാക്കി നമുക്ക് പറയാൻ പറ്റുമോ? 6 ഈവൻ നമ്പർ അല്ലേ? അപ്പൊ 7 എന്തായിരിക്കും? ഓഡ് നമ്പർ ആണ്. 7 ഓഡ് ആയതുകൊണ്ട് ഇവിടെ 8 ഈവൻ നമ്പർ ആണ്. ഇവിടെ 9 ഓഡ് നമ്പർ ആണ്. ഇവിടെ 10 ഈവൻ നമ്പർ ആണ്. ഇനി 11 ഓഡ് നമ്പർ ആയിരിക്കും. 12 ഈവൻ നമ്പർ ആയിരിക്കും. 13 ഓഡ് നമ്പർ ആയിരിക്കും. 14 ഈവൻ നമ്പർ ആയിരിക്കും. ഇനി 15 ഓഡ് നമ്പർ ആയിരിക്കും. 16 ഈവൻ നമ്പർ ആണ്. 17 ഓഡ് നമ്പർ ആണ്. 18 ഈവൻ നമ്പർ ആണ്. 19 ഓഡ് നമ്പർ ആണ്. 20 ഈവൻ നമ്പർ ആണ്. നമുക്ക് 1 to 20 നമ്പറിനെയാണ് ഡിവൈഡ് ചെയ്ത് എഴുതാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ആദ്യം 1 to 10 ഉള്ള നമ്പർ എടുത്താൽ ഏതൊക്കെയാണ് ഓഡ് നമ്പർ? 1, 3, 5, 7, 9. ഇനി 10 to 20 നമ്പേഴ്സ് എടുത്താലോ? 11, 13, 15, 17. അപ്പൊ അതിന്റെ എൻഡ് നോക്കിയേ. 1 വരുന്നു, അടുത്തത് 11, 3 വന്നു, 13, 5 വന്നു, 15, 7 വന്നു, 17. അപ്പോ ഇനി ഇതിന്റെ പാറ്റേൺ വളരെ ഈസി ആണല്ലേ. 21, 23, 25, 27, 29 അങ്ങനെ പോകും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഏതൊരു നമ്പർ, നിങ്ങൾക്കൊരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എൻഡ് നമ്പർ നോക്കുക. അതിന്റെ എൻഡില് 1, 3, 5, 7,
9. ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ ആണ് എൻഡിൽ വരുന്നതെങ്കിൽ ആ നമ്പർ ഓഡ് നമ്പർ ആയിരിക്കും. ഇനി നേരെ മറിച്ചിട്ട് ഏതെങ്കിലും നമ്പറിന്റെ എൻഡില് 2, 4, 6, 8 and 0 ആണെങ്കിൽ ആ നമ്പർ എന്തായിരിക്കും? ഈവൻ നമ്പർ ആണ്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അപ്പൊ ഓഡ് നമ്പറിനെ നമുക്ക് പേരാക്കി എഴുതാൻ പറ്റില്ല, ഈവൻ നമ്പറിനെ പേരാക്കി എഴുതാം. അപ്പൊ എവിടെ കണ്ടാലും ഈ നമ്പറിനെ ഐഡന്റിഫൈ എങ്ങനെയാണ്? എൻഡിലുള്ള നമ്പറിനെ നോക്കിയാണ്. 1, 3, 5, 7, 9 ഓഡ് നമ്പറും 2, 4, 6, 8, 0 ഈവൻ നമ്പറുമാണ്. Do you think all numbers in times 2 table are even? ടൈംസ് 2 ടേബിൾ ഈവൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ് ആയിരിക്കും. കാരണം 2 ടൈംസ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ ഒരു പെയർ ആണ്. എന്താണ് 2 ടൈംസ് 1 2, 2 ടൈംസ് 2 4, 6, 8, 10, 12 അങ്ങനെയാണ് പോകുന്നത് അല്ലെ. സി 2, 4, 6, 8, 10 അഗെയിൻ 12ന്റെ എൻഡിൽ 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് ഒക്കെ ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ ഡു യു തിങ്ക് ഓൾ നമ്പേഴ്സ് ഇൻ ടൈംസ് 2 ടേബിൾ ആർ ഈവൻ? Yes. Crayons arrangement. Circle the odd numbers and put a square around each even number. Use crayons arrangement if needed. ഇവിടെ ക്രയോൺസിൽ നമ്പേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആദ്യം 5 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 പെയറിലാണ് 5 എക്സ്ട്രാ ആണ്. ആ ഒരു ഷേപ്പാണ് അവര് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് പെയർ അല്ല, ഒന്ന് എക്സ്ട്രാ ഉണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഈവൻ നമ്പർ 8 ആണെങ്കിലോ 8 ഇവിടെയാണ്. 8 ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആണ്, കാരണം പെയർ ആയിട്ടാണ് ഉള്ളത്. അപ്പൊ 8നെ ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കിയിട്ട് ചെയ്യാം, അതിന്റെ ആവശ്യം നമുക്ക് വരില്ല. നോക്കാം. 36 എൻഡിൽ 6 ആണ്. 6 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ഈവൻ നമ്പർ ആണ്. അവിടെ നമുക്ക് സ്ക്വയർ കൊടുക്കാം. 69 9 എന്താണ്? ഓഡ് നമ്പർ ആണ്. അപ്പൊ അത് ഓഡ് നമ്പർ ആണ്. 38 യൂണിറ്റ് ഡിജിറ്റിൽ 8 ആണ്. 8 ഒരു ഈവൻ നമ്പർ ആണ്. സോ ഈ നമ്പർ ഫുൾ ആയിട്ട് ഈവൻ നമ്പർ ആണ്. ഇവിടെ 0 വന്നു, ദാറ്റ് ഈസ് എൻ ഈവൻ നമ്പർ. 3 ആണ്, അതൊരു ഓഡ് നമ്പർ ആണ്. 2 വന്നു, അതൊരു ഈവൻ നമ്പർ ആണ്. 1 വന്നു, അതൊരു ഓഡ് നമ്പർ ആണ്. 7 ഓഡ് നമ്പർ ആണ്. 22 ഈവൻ നമ്പർ ആണ്. സോ നിങ്ങൾക്ക് ഇതുവരെ അറിയാത്ത വലിയ 2, 7, 3, 5, 6, 7, 9, 10 ഇത്രയും വലിയൊരു നമ്പർ ഞാൻ തന്നു. ഇത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ ചെയ്യാ? ജസ്റ്റ് ലാസ്റ്റ് നമ്പർ നോക്കുക. 0 ആണല്ലേ. 0 means it is an even number. Which numbers are even and which are odd? സ്ക്വയറിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഈവൻ നമ്പർ ആണ്, സർക്കിളിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഓഡ് നമ്പർ ആണ്. നമുക്ക് എഴുതി നോക്കാം. ഓഡ് നമ്പർ 5, 69, 51, 37 and 43. അതുപോലെ ഈവൻ 8, പിന്നെ 36, 22, 52, 30 and 38. Shirley observes an interesting even-odd pattern in the page number of her math book. മാത്സ് ബുക്ക് എന്നല്ല, ഏത് ബുക്ക് എടുത്താലും അതിന്റെ പേജ് നമ്പർ എങ്ങനെയാ വരിക? 1, 2, 3, 4, 5, 6, 7, 8 എന്നാണല്ലേ. അപ്പൊ ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ഈവൻ ഓഡ് പാറ്റേൺ എങ്ങനെയാണ്? ഒരു ഈവൻ നമ്പർ വരുന്നു, ഒരു ഓഡ് നമ്പർ വരുന്നു, ഒരു ഈവൻ നമ്പർ വരുന്നു, ഒരു ഓഡ് നമ്പർ വരുന്നു. അപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു, എപ്പോഴും ഓൾട്ടർനേറ്റ് നമ്പേഴ്സ്. ഒരു നമ്പർ കഴിഞ്ഞ് അടുത്തത് ഈവൻ നമ്പർ ആയിരിക്കും, അടുത്തത് ഓഡ് നമ്പർ ആയിരിക്കും, അങ്ങനെ. Explore your textbook and find out what Shirley has seen. Draw a square on even numbers. Put a circle on the odd numbers. നിങ്ങളുടെ ബുക്കിൽ പേജ് നമ്പർ നോക്കിയിട്ട് അതിൽ ഈവൻ നമ്പേഴ്സിന് സ്ക്വയർ ഇട്ട് കൊടുക്കുക, ഓഡ് നമ്പേഴ്സിന് സർക്കിൾ ഇട്ട് കൊടുക്കുക. Identify which of the numbers are even and which are odd. Explain your reasoning. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പൊ നമുക്ക് യൂണിറ്റ് ഡിജിറ്റ് ഏതാണ് എന്നുള്ള റീസണിങ് ഉപയോഗിച്ചിട്ട് ഇതിനെ കണ്ടുപിടിക്കാം. ഇനി ഇത് പെയർ ചെയ്യാൻ പറ്റുമോ പെയർ ചെയ്യാൻ പറ്റൂലേ എന്നുള്ള റീസണിങ് കൊടുക്കാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് ക്ലാസ്സിലൊക്കെ പഠിച്ചതുണ്ടെങ്കിൽ അതും കൊടുക്കാം. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് ഡിജിറ്റ് ഏതാണ് എന്നുള്ള മെത്തേഡിലാണ് ഇതിനെ സോർട്ട് ചെയ്യാൻ പോകുന്നത്. ഓഡ് നമ്പേഴ്സ്
30 ഓഡ് ആണോ ഈവൻ ആണോ? 30 ഒരു ഈവൻ നമ്പർ ആണ്, കാരണം അതിന്റെ എൻഡിൽ 0 ഉണ്ട്. 46 ഒരു ഈവൻ നമ്പർ ആണ്, ബിക്കോസ് അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഒരു ഈവൻ നമ്പർ ആണ്. 78 ഈവൻ നമ്പർ ആണ്, കാരണം ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണ്. 67 ഒരു ഓഡ് നമ്പർ ആണ്, കാരണം 7 ഓഡ് നമ്പർ ആണ്. 300 എൻഡിൽ 0 ആണ്, സോ ഇറ്റ് ഇസ് എൻ ഈവൻ നമ്പർ. 154ന് 4 ഈവൻ നമ്പർ ആണ്, സോ ഇതൊരു ഈവൻ നമ്പർ ആണ്. 415 ഒരു ഓഡ് നമ്പർ ആണ്, കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്, 5 ഒരു ഓഡ് നമ്പർ ആണ്. Now last number is 99. 99 is an odd number, കാരണം അതിന്റെ യൂണിറ്റ് ഡിജിറ്റിലുള്ള നമ്പർ 9 ആണ്, 9 ഓഡ് നമ്പർ ആണ്. Make two-digit numbers using the digits 1 and 6 without repetition. 2-digit number എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് ഉള്ള നമ്പർ. നമുക്ക് ആകെ 2 നമ്പർ തന്നിച്ചല്ലോ, അത് റിപ്പീറ്റ് ചെയ്യാതെ നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറയാണ്. നമുക്ക് ഏതൊക്കെ നമ്പർ ഉണ്ടാക്കാൻ പറ്റും? 16 and 61. 16 and 61. Identify the numbers as even or odd. ഇതിൽ ഏതാണ് ഈവൻ നമ്പർ, ഏതാണ് ഓഡ് നമ്പർ? 16 ഈവൻ നമ്പർ ആണ്, കാരണം അതിന്റെ എൻഡ് 6 ആണ്, 6 ഒരു ഈവൻ നമ്പർ ആണ്. ഇനി 61 ഒരു ഓഡ് നമ്പർ ആണ്, ബിക്കോസ് ആ 1 ഓഡ് നമ്പർ ആണ്, യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണുള്ളത്. Now choose any 2 digits and make 2-digit numbers in such a way that the numbers are even. ഇനി വേറെ 2 ഡിജിറ്റ് എടുക്കണം. അത് എങ്ങനെ എഴുതി കഴിഞ്ഞാലും അത് ഈവൻ നമ്പർ തന്നെ കിട്ടണം. അതിനുള്ള ഐഡിയ എന്താണ്? രണ്ടും ഈവൻ നമ്പർ എടുക്കുക. അപ്പൊ ഇവിടെ 16 എന്ന് എടുക്കുന്നതിന് പകരം 26 എന്ന് എടുക്കാം, അല്ലെങ്കിലോ 24 എന്ന് എടുക്കാം, ഇനി ഇല്ലെങ്കിൽ 68 എന്ന് എടുക്കാം. ഇതാണെങ്കിൽ നമ്പർ എത്രയായിരിക്കും? 26 and 62. 2 പ്രാവശ്യവും ഈവൻ നമ്പർ ആണ്. ഇവിടെയോ 24, 42. എങ്ങനെ എഴുതിയാലും അത് ഈവൻ നമ്പർ ആണ്. 68, 86. എങ്ങനെ എഴുതിയാലും ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ നമ്പർ ആണ് വരുന്നത്. സോ 2 ഡിജിറ്റ് കൊണ്ട് എപ്പോഴും ഈവൻ നമ്പർ കിട്ടണം എന്ന് പറഞ്ഞാൽ എടുക്കുന്ന എല്ലാ നമ്പറും ഈവൻ നമ്പർ തന്നെ എടുക്കാൻ ശ്രമിക്കുക. Are there more even or odd numbers between 1 and 100? നമുക്കറിയാം 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഈവൻ നമ്പർ ആണോ മോർ, ഓഡ് നമ്പർ ആണോ മോർ? നമുക്ക് മനസ്സിലായി 1 മുതൽ 10 വരെ ആണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8. നമുക്ക് ഓഡ് നമ്പർ മാത്രം സർക്കിൾ ചെയ്യാം. 1, 3, 5, 7, 9, 10, 9. എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5. 5 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. ഇനി ഈവൻ നമ്പേഴ്സോ? 1, 2, 3, 4, 5. 5 ഈവൻ നമ്പറും ഉണ്ട്. Shirley notices that both numbers before and after an odd numbers are even. ഇപ്പോൾ ഒരു ഓഡ് നമ്പർ എടുക്കുകയാണെങ്കിൽ അതിന്റെ മുന്നിലും അതിന്റെ പിന്നിലും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതുപോലെ ഒരു ഈവൻ നമ്പർ എടുത്താലോ ആ ഈവൻ നമ്പറിന്റെ മുന്നിലും ഒരു ഓഡ് നമ്പർ ആയിരിക്കും, ബാക്കിലും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ എപ്പോഴും ഒരു നമ്പറോട് ഒരു നമ്പർ ഈവൻ, ഒരു നമ്പറോട് ഒരു നമ്പർ ഈവൻ. ഒരിക്കലും 2 ഓഡ് നമ്പർ ഒരുമിച്ച് വരില്ല, 2 ഈവൻ നമ്പറും ഒരുമിച്ച് വരില്ല. അപ്പോൾ ഇവിടെ 100 വരെ എഴുതിയാൽ ഇതുപോലെ തന്നെയാണ്. 100ന്റെ ഹാഫ് എന്താണ്? 50 ആണ്. അപ്പൊ 50 + 50 ആണ് 100 എന്ന് നമുക്കറിയാം. അതിന്റെ അർത്ഥം 50 ഓഡ് നമ്പേഴ്സും 50 ഈവൻ നമ്പേഴ്സും ആണ് ഉണ്ടാവുക. അപ്പൊ ഓഡ് നമ്പർ കൂടുതലായിരിക്കില്ല, ഈവൻ നമ്പർ കൂടുതലായിരിക്കില്ല, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ചൂസ് എനി 10 numbers in order without skipping any consecutive numbers. Write whether they are even or odd below each number. What do you notice? Discuss. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏതെങ്കിലും 10 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഉള്ള നമ്പേഴ്സ് ആണ്. ഇവിടെ നോക്കുക, 20, 21, 22, 23, 24, 25, 26, 27, 28, 29. ഇവിടെ
ഇത് ഈവൻ നമ്പർ ആണ്, ഇത് ഓഡ് നമ്പർ ആണ്. ഇത് ഈവൻ നമ്പർ ആണ്, ഇത് ഓഡ് നമ്പർ ആണ്. ഇത് ഈവൻ നമ്പർ ആണ്, ഇത് ഓഡ് നമ്പർ ആണ്. ഈവൻ ഓഡ് ഈവൻ ഓഡ്. ടോട്ടൽ 10 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഇതിൽ 1 2 3 4 5 5 ഈവൻ നമ്പർ ആണ്, 5 ഓഡ് നമ്പർ ആണ്. ഇതുപോലെ നിങ്ങൾ ഏത് നമ്പേഴ്സ് എഴുതിയാലും ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പൊ 10 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 5 എണ്ണം ഓഡ് നമ്പറും 5 എണ്ണം ഈവൻ നമ്പറും ആണ് വരിക. 10 റാൻഡം നമ്പർ അല്ല, 10 കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, 10 അടുപ്പിച്ചടുപ്പിച്ചുള്ള നമ്പേഴ്സ് വേണം എടുക്കാൻ. ഇതുപോലെ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. 20 പോലെ 30 40 50 മുതൽ എഴുതി നോക്കൂ. നിങ്ങൾക്ക് നേരിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ എപ്പോഴും കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഗ്രൂപ്പായിട്ട് കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടുന്നതാണ്. അതുപോലെ ഓഡ് നമ്പർ ഈവൻ നമ്പർ എന്ന കൺസെപ്റ്റും ഈ ചാപ്റ്ററിൽ പഠിച്ചു. ഇനി എവിടെ നമ്പർ കണ്ടാലും ഇത് ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ എന്ന് ചിന്തിക്കുക, അത് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ ചാപ്റ്റർ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ചാപ്റ്ററുമായിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.